ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് റമദാൻ സ്പെഷ്യൽ ഈന്തപ്പഴം മിൽക്ക് ഷേക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം. അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് സമയം ഇങ്ങനെ വെക്കാം, അടച്ചു വയ്ക്കാം കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഈന്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുത്ത പാല് 3 കപ്പാണ് എടുത്തിട്ടുള്ളത് ചേർക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർക്കാം. 2 നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ 2 നേന്ത്രപ്പഴമായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി. ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു നുള്ള് ഏലക്കായ പൊടി കൂടി ചേർക്കാം. ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട് ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർക്കാം. ബദാം ആണെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടാണ്. അപ്പോൾ റമദാൻ ഈന്തപ്പഴം മിൽക്ക് ഷേക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ നല്ല അടിപൊളിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്